വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ കഴിഞ്ഞ ദിവസം ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രാവിലെ 11 മണി, ഞായറാഴ്ച രാവിലെ 11 മണിക്കാണ് ആ സംഭവം. തിരുവനന്തപുരം ജയിലിൽ ഇയാൾ ഒറ്റയ്ക്ക് ഒരു മുറിയിലാണ്. റിസ്ക് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആ മുറിയിൽ മറ്റൊരാളെയും കൂടെ ആക്കിയിട്ടുണ്ട്. ഇയാൾ ആത്മഹത്യ ചെയ്യും എന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് അറിയാം. തക്കം കിട്ടിയാൽ തരം കിട്ടിയാൽ ചെയ്യും. കാരണം നേരത്തെ ഇയാൾ ഒരു ബാത്റൂമിൽ പോയപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ചാടി ഇയാളെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലും ഒരു പ്രശ്നം ഉണ്ടായി. എന്തായാലും ഈ കൊലപാതകം അയാളെ 5 പേരുടെ കൊലപാതകത്തിന് സമാധാനം പറയണം. ഒരു കുറ്റപത്രം വല്യമ്മയെ കൊന്നത് കല്ലറ പാങ്ങോട് 88ാമത്തെ ദിവസം കുറ്റപത്രം കൊടുത്തു. അതിനുശേഷം വെഞ്ഞാറമൂട്ടും കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ അയാളുടെ വീട്ടിലെ അയാളുടെ അനിയനെ കൊന്നതും അയാളുടെ കാമുകിയെ കൊന്നതും അമ്മയെ കൊല്ലാൻ ശ്രമിച്ച കേസും അതും ഏകദേശം കുറ്റച്ചാർജ് റെഡിയായിട്ടുണ്ട്. അയാളുടെ ബാപ്പയുടെ സഹോദരനെയും ഭാര്യയും കൊന്ന കേസ് അത് SN പുരത്ത് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലും അവരും ഏകദേശം അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 88ാം ദിവസം തന്നെ വല്യമ്മയെ കൊന്നതിൻ്റെ കുറ്റച്ചാർജ് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ജാമ്യത്തിൽ പോകുന്ന പ്രശ്നമില്ല. ട്രയൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ശിക്ഷാവിധി എന്തെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ മോചനം ഉണ്ടാവുള്ളൂ. ഏതായാലും ജാമ്യത്തിൽ ഇറക്കാൻ ആരും ഇല്ലതാനും. അതേസമയത്ത് ജാമ്യത്തിന് ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ ഇനി ജാമ്യം ലഭിക്കില്ല. കാരണം 88ാം ദിവസം തന്നെ കുറ്റച്ചാർജ് കൊടുത്തിട്ടുണ്ട്. അതിന് ട്രയൽ കഴിയുന്നിടം വരെ ജയിലിൽ കിടന്നേ ഒക്കുള്ളൂ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇവിടുന്ന് മെഡിക്കൽ കോളേജിലെ ICU കിടക്കുകയാണ് അഫാന് കണ്ണ് തുറക്കുന്നില്ല എന്നാണ് വരുന്നത്. സാധാരണ കണ്ണ് പോലീസ് ഒരാൾ കോമയിലോട്ട് പോയാൽ കണ്ണ് ചലിക്കുന്നുണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ ശരീരത്തിലൂടെയെങ്കിലും പ്രിക്ക് ചെയ്തിട്ട് ചെറിയ സൂചി കൊണ്ട് കുത്തുവോ വേദനപ്പെടുത്തിയിട്ട് കണ്ണ് ചലിക്കുന്നുണ്ടോ, കണ്ണ് തുറക്കുമോ. അങ്ങനെ കണ്ണ് തുറക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് തന്നെയല്ല, കോമ സ്റ്റേജിൽ തന്നെ എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഡോക്ടർമാരെ ഒരു കാര്യം പുറത്തേക്ക് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ തലയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറേ നേരം നിന്നു. ആത്മഹത്യാ ശ്രമം നടത്തിയത് മുണ്ടിൽ ആണ് തൂങ്ങിയത്. അവിടെ ഉണക്കാനിട്ടിരുന്ന ഒരു മുണ്ട് അതെടുത്താണ് തൂങ്ങിയത്. ആ സമയത്ത് അവിടുത്തെ ജയിലിലെ ആ ഉദ്യോഗസ്ഥൻ ഇയാളെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന 24 hours വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഫോൺ വന്നപ്പോൾ ശ്രദ്ധ അല്പം മാറി. അയാൾ ശുചിമുറിയിലോട്ട് കയറി തൂങ്ങിയെന്നാണ് പറയുന്നത്. അയാളെ തന്നെ ഉണങ്ങാനിരുന്ന മുണ്ട് ആകുമ്പം അത് ആ മുണ്ടയിലാണ് തൂങ്ങിയത്. അത് ട്രൈ ചെയ്ത് നല്ല ഉണക്കമായിട്ട് അതൊരു കയറിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. ഒരാൾ തൂങ്ങിയാൽ കൂടി വന്നാൽ ഒരു 30 സെക്കൻഡ് അല്ലെ 40 സെക്കൻഡ് 45 സെക്കൻഡിനകം മരണപ്പെടും. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നിൽക്കുകയാണ്. കഴുത്ത് മുറിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് നേരെ ബ്രെയിനിലേക്ക് പോകുന്ന ആ വെയിൻ അത് രണ്ടും സ്റ്റക്കാവും. 30, 40, 45 സെക്കൻഡിനകം മരണമടയും. കാരണം ബ്രെയിനിലെ ഓക്സിജൻ ബ്ലഡ് ചെന്നെങ്കിൽ മാത്രമേ ഓക്സിജൻ ലഭിക്കുകയുള്ളൂ. അപ്പം അവിടെ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും സെസേഷൻ ഓഫ് ഇൻട്രാക്രേനിയൽ ബ്ലഡ് ഫ്ലോ അതുണ്ടായി. അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിന്നു എന്നുള്ള രീതിയിലാണ്. അതിൽ കാർഡിയോ വാസ്കുലർ കൊളാപ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. രക്തം തലച്ചോറിൽ ചെന്നില്ലെങ്കിൽ ഹൃദയത്തിൽ അത് പ്രവർത്തിക്കാനുള്ള രക്തം അതിനും ലഭിച്ചില്ലെങ്കിൽ 2 പ്രശ്നങ്ങളും ഒന്നിച്ചുണ്ടാവും. കാരണം ഇൻട്രാക്രേനിയൽ ബ്ലഡ് ഫ്ലോ എന്നതിൽ അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള കഴിവ് അത് നഷ്ടപ്പെടും. അതുപോലെ ഹാർട്ടിൻ്റെ പ്രവർത്തനം കൊണ്ട് ഡാമേജ് ഒത്തിരി ഉണ്ടാവും. ക്ലിനിക്കൽ കോമയിലേക്ക് പോകാനാണ് സാധ്യത. ആ അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. കണ്ണ് ചിമ്മുന്നുണ്ടോയെന്നും അറിയില്ല. പക്ഷേ അവർ EEG എടുത്തപ്പം അതിന് വലിയ റെസ്പോൺസ് ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. EEG കൂടെ 6 മണിക്കൂർ 12 മണിക്കൂർ 24 മണിക്കൂർ എടുത്ത് നോക്കും. എങ്കിലും പൊതുവേ ഡോക്ടർമാർ ബാക്കി വിവരങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ആ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറേ നേരത്തേക്ക് ഇല്ലാതെ പോയി എന്ന് അംഗീകരിക്കുന്നുണ്ട്. ആഡിക്കേറ്റ് ഓക്സിജൻ
നമുക്ക് ബ്രെയിനിൽ ചെന്നില്ലെങ്കിൽ ബ്രെയിൻ പ്രവർത്തിക്കാനുള്ള ഗ്ലൂക്കോസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കോമയിലിട്ട് പോകാൻ സാധ്യത. അങ്ങനെ പോയിട്ടുണ്ടാവും. അത് വെന്റിലേറ്ററിൽ കൂടെ മാത്രമേ അദ്ദേഹത്തിന് ശ്വസിക്കാൻ കഴിയുന്നുള്ളൂടെയാണ് വരുന്നത്. അതീവ ഗുരുതാവസ്ഥയിൽ എന്നാണ് പത്രവാർത്ത വന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സും അത് തന്നെ പറഞ്ഞു, അതീവ ഗുരുതാവസ്ഥയിലാണ്. ഇന്നലെ 11 മണി ആയപ്പം, ഇന്ന് 11 മണി കഴിയുമ്പം 24 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഒരു 24 കഴിഞ്ഞ് 36 മണിക്കൂർ, 48 മണിക്കൂറിനകം വെന്റിലേറ്ററിലെ അദ്ദേഹത്തിന് ആവശ്യമായ ഓക്സിജൻ അത് ബ്രെയിനിലും ഹാർട്ടിലും ലഭിക്കുന്നില്ല എങ്കിൽ സ്ഥിതി ഗുരുതരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ ട്രയലിന് ഇനി താമസിക്കും. ആദ്യത്തെ കേസിൻ്റെ ട്രയൽ എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ ആ ട്രയൽ ഉടനെ എങ്ങും തുടങ്ങാനുള്ള സാധ്യത പ്രതിയുടെ അഭാവത്തിൽ നടക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയല്ല, ഈ ബ്രെയിനിലും ഡാമേജ് വന്നിട്ടുണ്ട്, ഹാർട്ടിലും ഡാമേജ് വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ വെന്റിലേറ്ററിൽ നിൽക്കുന്ന ആളെ അത് വലിയ പ്രതീക്ഷയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. എന്നാലും ഡോക്ടർ പറഞ്ഞ വാക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ തലയിലെ ഓക്സിജൻ ചെല്ലാത്തത് കൊണ്ട്, ബ്ലഡ് അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ട്, ഓക്സിജൻ ലഭിക്കാതെ വന്നുകൊണ്ട് ഗ്ലൂക്കോസ് അവന് ആവശ്യമായ ബ്രെയിൻ വർക്ക് ചെയ്യാനുള്ള ആവശ്യമായ ശക്തി ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. തലയ്ക്കകത്തോട്ട് ബ്ലഡ് വന്നില്ല ഒരു 40-45 സെക്കൻഡ്. അത് സപ്ലൈ ഇല്ലാതെ വരാൻ കാരണം ആ തൂക്കം തന്നെയാണ്. ഒരാൾ തൂങ്ങി മരിച്ചാൽ അത് കഷ്ടിച്ച് ഒരു മിനിറ്റിനകം അല്ലെങ്കിൽ 30 സെക്കൻഡ്, 45 സെക്കൻഡ്, ഒരു മിനിറ്റിനകം കഴുത്ത് മുറുകിയിട്ടുണ്ടെങ്കിൽ മരണപ്പെടുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുകിയ ആ മുണ്ട് അഴിച്ചു മാറ്റി പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നതെങ്കിലും മെഡിക്കൽ കോളേജ് ചെന്നപ്പം വെന്റിലേറ്ററിൽ തന്നെ പോയി. അതുകൊണ്ട് അവസ്ഥ മോശമാണ്, അതീവ ഗുരുതരമാണ്. ഒരു 48 hours നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയും എന്നാണ് കരുതുന്നത്. അഫാൻ ഇപ്പം 23 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ അല്പം മോശമായതുകൊണ്ടാണല്ലോ 5 പേരെ കൊന്നത്. അമ്മയെ കൊല്ലാൻ സാധിച്ചില്ല, അതിൽ നിരാശയുണ്ട്. പക്ഷെ അയാളെ ഇത്രയും പേരെ കൊന്നിട്ട് അയാളെ വീട്ടിൽ നിന്ന് ഓരോ ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി അത് റിപ്പോർട്ട് ചെയ്തു. താൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആത്മഹത്യാ ശ്രമം അവിടെ ഉണ്ടായി. അതെന്തായാലും ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കസ്റ്റഡിയിൽ നിന്ന് ബാത്റൂമിൻ്റെ മുകളിൽ കൂടെ ചാടി പരിക്കേൽക്കുക പറഞ്ഞ് ആശുപത്രിയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 2 അറ്റംപ്റ്റായി. പല സന്ദർഭത്തിലും ഇയാൾ അറ്റംപ്റ്റിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോൾ 3ാമത്തെ അറ്റംപ്റ്റ് അത് സക്സസ്ഫുൾ ആയോ ഇല്ലയോ നമുക്ക് പറയാറായിട്ടില്ല. 2ാമത്തെയും 3ാമത്തെയും കേസ് ചാർജ് ഷീറ്റിലേക്ക് ഇപ്പം പോലീസ് കൊടുത്തിട്ടുണ്ടാവും. ആദ്യം വല്യമ്മയെ കൊന്നത്, വല്യമ്മയുടെ കഴുത്തിൽ കിടന്ന ഒരു മാല അത് റിക്കവർ ചെയ്തിട്ടാണ്. അത് ആ മാല എടുക്കാൻ വേണ്ടി വല്യമ്മയെ കൊന്നു. അത് പോലീസ് ഇപ്പോൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു എവിഡൻഷ്യറി വാല്യൂ ഉള്ളതാണ്. 27 എവിഡൻസ് ആക്ട് അനുസരിച്ച് ഇപ്പം പുതിയ വകുപ്പാണ് 23 എന്ന് എനിക്ക് തോന്നുന്നു. ആ തെളിവ് നിയമം അനുസരിച്ച് അമ്മയെ കൊന്ന് എടുത്ത ആ സ്വർണ്ണമാല പ്രതിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസായി. അതൊരു കൺക്ലൂസീവ് എവിഡൻസാണ്. അതുകൊണ്ട് സാക്ഷികളില്ലെങ്കിലും സാഹചര്യത്തിലും ആണെങ്കിൽ ശരി വല്യമ്മയെ കൊന്ന കേസിനകത്ത് ഒരു കൺവിഷൻ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയത്ത് പേരുമലയിലെ പേരുമല എന്ന് പറയുന്ന സ്ഥലത്താണ് പിതാവിൻ്റെ ബാപ്പായുടെ സഹോദരൻ ലത്തീഫും ഭാര്യയും താമസിക്കുന്നത്. ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന് എന്ത് എവിഡൻസ് ആണ് എന്നെനിക്കറിയില്ല. അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. അതും റെഡിയായിരുന്നു. പിന്നെ പ്രതിയുടെ വീട്, ആ വീട്ടിൽ അയാളുടെ ഇളയ അനിയനെ കൊന്നു, ചുറ്റിയേക്ക് അടിച്ചു കൊന്നു. കാമുകിയെ 2ാം നിലയിൽ കസേരയിരുത്തി ചുറ്റിയേക്ക് അടിച്ച് മുഖത്തടിച്ച് വികൃതമാക്കി കൊന്നു. അമ്മ ഏതായാലും തലക്കടി കിട്ടിയെങ്കിലും അമ്മ അൺകോൺഷ്യസായി വീണ് കിടന്നെങ്കിലും അമ്മ ഇപ്പം നോർമൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ മകൻ്റെ ഈ ആത്മഹത്യക്ക് മുമ്പ് മാതാപിതാക്കളെ കാണണം എന്ന് അഫാൻ പറഞ്ഞതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ
സ്ഥിതിവിശേഷം 48 മണിക്കൂർ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി പറയാനൊക്കുള്ളൂ. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് തന്നെ അതീവ ഗുരുതാവസ്ഥയിൽ നിന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് അവസ്ഥയെന്ന്, കണ്ടീഷൻ വളരെ മോശമാണ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും.